Hey guys, welcome back to my YouTube channel Crazy Vibes with Surya. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സത്യത്തിലേ ഒരു വിരുന്ന് പോവാട്ടോ. വിരുന്ന് പോവാന്ന് പറഞ്ഞാൽ ശരിയാവില്ല. നമ്മൾ എൻ്റെ എൽഡർ സിസ്റ്റർ പുറത്താണ്. അപ്പോൾ അവൾ കുറച്ച് സാധനങ്ങൾ നാട്ടിലൊരു ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരുടെ കയ്യിൽ കൊടുത്തു വിട്ടു. സോ അത് കോട്ടയത്ത് ഒരു കുറപ്പോടോ അങ്ങനെ എന്തോ സംതിങ് ഒരു സ്ഥലമാണ്, നമുക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് രാവിലെ കുളിച്ച് റെഡിയൊക്കെ ആയി. നന്ദു വന്നിട്ടുണ്ടായിരുന്നു. സൺഡേ ആണ് കേട്ടോ, നമ്മളൊരു ഞായറാഴ്ച ചെയ്ത് പോയത്. കുറച്ച് നാളായി ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യാൻ എൻ്റെ കയ്യിൽ കിടന്നിട്ട്. അപ്പോൾ ഞാൻ സൺഡേസിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഹെയർ വാഷൊക്കെ ഉള്ളതാണല്ലോ. ഞാനും ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ആളല്ല. അപ്പോൾ എൻ്റെ ഹെയർ വാഷിംഗ് ഡേ ആയിരുന്നു. ഞാനൊരു 3 ദിവസം ഗ്യാപ്പ് എടുത്തിട്ടാണ് വാഷ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഈ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് ഭയങ്കര ഹെയർ ലോസ് ഉണ്ട്. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞിരുന്നു ഡെയിലി വാഷ് ചെയ്യേണ്ട. ഹെയർ ഫോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തലയോട്ടിൽ നിന്ന് മുടി മൊത്തം തൊട്ടാൽ ഉടനെ ഊരിപ്പോവും, ആ അവസ്ഥയായിരുന്നു കേട്ടോ. ലൈക്ക് ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനും സിസ്റ്ററും പിന്നെ കസിനും കസിൻ്റെ കുഞ്ഞും നന്ദും എല്ലാവരും കൂടെയാണ് പോയത്. അപ്പോൾ അവന് രാവിലെ അവൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, ഞങ്ങൾ ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് കോഫി മാത്രമേ കുടിച്ചുള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്ക് അവന് ഒരു ബണ്ണ് പോലത്തെ ഒരു ക്രീം ബണ്ണ് പോലത്തെ സാധനമില്ലേ, അതൊക്കെ വാങ്ങിക്കൊടുത്തു. അവനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഗൂഗിൾ മാപ്പ് ഇട്ട് പോയപ്പം സത്യത്തിൽ ഏതോ ഒരു കുളിക്കടവിൽ കൊണ്ടുപോയി എത്തിച്ചെന്ന് തോന്നുന്നു നമ്മുടെ ഗൂഗിൾ ആൻറ്റി. സത്യത്തിൽ ഞങ്ങൾക്ക് വഴി തെറ്റിയതാണ്, നമുക്ക് അറിയത്തില്ലായിരുന്നേ. അങ്ങനെ പിന്നെ ഞങ്ങൾ സത്യത്തിൽ ശരിക്കുമുള്ള റോഡിൽ കയറി അങ്ങനെ പൊക്കോണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നല്ല മഴയുണ്ടായിരുന്നു. മഴ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയും. പിന്നെ എനിക്കറിയത്തില്ല, കോട്ടയത്ത് ആ സൈഡിലൊക്കെ അനന്തും എപ്പോഴും പറയുന്നുണ്ടായിരുന്നു എപ്പോഴും മഴയായി ഇപ്പം കുറേ നാളായിട്ടെന്ന്. വെയിലുണ്ടാവും, എന്നാലും സന്ധ്യയ്ക്കും വൈകിട്ടും ഒക്കെ എപ്പോഴാണോ മഴയ്ക്ക് പെയ്യാൻ തോന്നുന്നത് അപ്പോഴൊക്കെ മഴയാണ്. അത് സത്യത്തിൽ ഞാനേ അവിടെ പോയ വിശേഷങ്ങളൊന്നും ഷൂട്ട് ചെയ്തില്ല. കാരണം നമ്മൾ ആദ്യമായിട്ട് ഒരാളുടെ വീട്ടിൽ ചെല്ലുമല്ലേ, അതൊന്നും ഷൂട്ട് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോസ് എടുത്തില്ല. അവർ നമുക്ക് ഫുഡെല്ലാം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല ലഞ്ചൊക്കെ കഴിച്ചു. കുറേ നേരം അവരായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ ചെറുപ്പുങ്കൽ പള്ളിയിലോട്ട് പോവാം. ഞാനിവിടെ കുറേ വട്ടം വന്നിട്ടുണ്ട്. നിങ്ങൾ എന്നെ ഡെയിലി അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മളിവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കോട്ടയത്ത് എപ്പോൾ വന്നാലും ഈ 2 പള്ളികളിൽ വരാറുണ്ട്. ഒന്ന് അൽഫോൺസാമ്മയുടെ പള്ളിയിലും പിന്നെ ഒന്ന് ഈ ഭരണങ്ങാനത്തും. അങ്ങനെ പള്ളിയിലൊക്കെ വന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്കല്ല സത്യത്തിൽ അമ്മയ്ക്കാണ്. ഞാൻ ഒരു പ്രാവശ്യം നമ്മുടെ പുളിമൂട്ട് സിൽസിൽ നിന്ന് കുറച്ച് മെറ്റീരിയൽ, അമ്മ ഈ ഓഫീസിൽ പോകുന്നതുകൊണ്ട് ഡെയിലി യൂസ് മെറ്റീരിയൽസ് അവർക്ക് ഭയങ്കര നല്ലതാണല്ലോ. അപ്പം ഞാൻ അമ്മയ്ക്ക് കുറച്ച് മെറ്റീരിയൽസൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പം അമ്മ ഇപ്പോഴും അത് ഇട്ടിട്ട് എന്നോട് പറയാം അതിൻ്റെ കളറൊന്നും ഫെയ്ഡ് ആവത്തില്ല, നല്ല കോട്ടൺ മെറ്റീരിയലാണ്, അത് ഇനി പിഞ്ചി പോയെങ്കിലേ ഉള്ളൂ ആ തുണി, അത്രയും നല്ലതാണെന്ന് പറയായിരുന്നു. അമ്മ എവിടുന്ന് മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് ഇത്ര സാറ്റിസ്ഫാക്ഷൻ മുഖത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് അമ്മ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ എടുത്തു. ഹക്കൂബ, അതുപോലെ തന്നെ അജ്രക്ക്, മൊഡാൽ സിൽക്ക്, സെമി സിൽക്ക്, ക്രഷ്ഡ് ടിഷ്യൂ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മെറ്റീരിയൽസ് അവിടെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി നമുക്ക് ഈ ഒരു ടൈപ്പിൽ കുറച്ച് ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ടുള്ള ടോപ്സ് ഒക്കെ നമ്മൾ ഇടാറില്ലേ, അത് ആ ടൈപ്പിന് പറ്റുന്ന ബോട്ടം വിത്ത് ടോപ്പിന് അറ്റാച്ച് ചെയ്ത് അവർ കുറേ മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടുത്തെ കളക്ഷൻസ് ഓൾമോസ്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകാറായിരുന്നു. അപ്പോൾ ഇനി പുതിയത് വരണം എന്ന് അവരിങ്ങനെ പറയായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ പരതി നടന്നാണ് കേട്ടോ. എനിക്ക് മെറ്റീരിയൽസ് ഒന്നും വേണ്ടായിരുന്നു. കാരണം ഓൾറെഡി ഞാൻ എനിക്കുള്ളതൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെയാണ് എടുക്കാറ്, കോട്ടയത്ത് പോയി എടുക്കാറില്ല. അങ്ങനെ അമ്മ കുറേ മെറ്റീരിയൽസ് നോക്കി കേട്ടോ. അമ്മയ്ക്ക് ഒത്തിരി കളറുള്ളതൊന്നും ഇഷ്ടമല്ല. പക്ഷെ എന്നാലും അമ്മയ്ക്ക് അമ്മയുടെ കണ്ണിൽ പിടിക്കണം. ഈ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ. അമ്മ ഒത്തിരി ഏജ്ഡ് ഒന്നും ആയിട്ടില്ല, എന്നാലും അമ്മ അങ്ങനെയാണ് കേട്ടോ. പിന്നെ എനിക്കൊരു ബ്ലാക്ക് ദുപ്പട്ട വേണമായിരുന്നു. ഇവിടെ ഒരുപാട് ദുപ്പട്ട ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ ഒരു ദിസ് വൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എൻ്റെ ആ ഒരു ബ്ലാക്കുമായിട്ട് ഇത് സെറ്റ് ആവത്തില്ല. കളർ ഒരു ഡൾനെസ് ഉണ്ടായിരുന്നു ഈ ബ്ലാക്കിന്. പിന്നെ ഇവിടുത്തെ ദുപ്പട്ടാസൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് നന്നായിട്ട് കുറേ നാൾ നിൽക്കുവാടാ. നമ്മൾ ഈ മേടിക്കുന്ന സാധാ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന പോലെയല്ല, എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, പിന്നെ കളർ ഫെയ്ഡ് ആവത്തില്ല. ചില ദുപ്പട്ടാസൊക്കെ നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ കളർ ഇങ്ങനെ ഉരുകി ഇറങ്ങുന്ന പോലെ അല്ലേ. പിന്നെ എനിക്ക് ഈ ദുപ്പട്ട നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭയങ്കര സീക്വൻസ് അങ്ങ് ഭയങ്കരമായിട്ട് ഗ്ലിറ്റി ഫീല്, ഭയങ്കര എന്താ ഗ്ലിറ്റി ഫീലല്ല, ഭയങ്കര എന്താ ഒരു ഗ്ലിറ്റേഴ്സിൻ്റെ ഒരു എഫക്റ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കും കേട്ടോ.
അതും എനിക്ക് അത് ഇഷ്ടമായി. പക്ഷെ അത് സിംഗിൾ ടോപ്പിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പം ഇതൊന്നും ഞാൻ വെറുതെ നോക്കിയതാട്ടോ. ഇതൊന്നും എനിക്ക് അത്ര ഇഷ്ടമായില്ല. പക്ഷെ ഈ ഷോളിനൊക്കെ ഒരു 900, 500, 400 ആ റേറ്റിലാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാനൊരു 400ൻ്റെ ആണ് എന്ന് തോന്നുന്നു. ആ ഒരു ത്രെഡിൻ്റെ ഷോൾ കണ്ടില്ലായിരുന്നു നമ്മൾ ഫസ്റ്റ് ടൈം അതെടുത്തു. അത് കഴിഞ്ഞ് അമ്മ ദേ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് മടുത്ത് അവിടെ വന്ന് ഇരിക്കുകയാണ് കേട്ടോ. ഓൾറെഡി നമ്മളെല്ലാവരും മടുത്തു. കാരണം ഈ തുണിയെടുക്കാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി മെനക്കെട്ടതാണല്ലോ. പിന്നെ ഞാനവിടെ വെറുതെ ജോർജറ്റിൻ്റെ സെക്ഷനിൽ ഒന്ന് പോയി. അവിടെ ജോർജറ്റിൻ്റെ മെറ്റീരിയൽസൊക്കെ ഭയങ്കര കുറവായിരുന്നു. അത് കഴിഞ്ഞ് ഈ പിന്നെ നമ്മുടെ എന്താ പറയുക ത്രെഡിൻ്റെ തന്നെ കുറച്ച് വ്യത്യസ്തമുള്ള മെറ്റീരിയൽസും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ സ്കിന്നിൽ കൊണ്ട് കയറത്തില്ല. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാണ് ഓർക്കുന്നത് ആ ഡ്രേപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ദുപ്പട്ട കണ്ടോ, ലൈക്ക് അതിൻ്റെ ഒരെണ്ണം വേണമായിരുന്നു എനിക്ക്. പക്ഷേ എന്ത് ചെയ്യാനാ, ഞാൻ മറന്നു. സത്യത്തിൽ അന്ന് ഞാൻ ആ ഫോണും കണ്ട് എന്തിനാ അതുവഴി നടക്കുമായിരുന്നു എന്തോ. എനിക്ക് ആ ദുപ്പട്ടയിലെ ഒരെണ്ണം വേറൊരു കളർ ചേഞ്ചിൽ ഉണ്ടായിരുന്നെങ്കിൽ വീഡിയോസ് ചെയ്യാൻ നല്ലതായിരുന്നെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോട്ടയംകാർക്ക് അറിയായിരിക്കും, കോട്ടയം പുളിമൂട്ട് സിൽസിന് തൊട്ടപ്പുറത്ത് തന്നെയാണല്ലോ. അതായത് ഒന്നുമില്ല, ഒരു കാലം അപ്പുറത്തോട്ട് എടുത്ത് വെച്ചാൽ പുളിമൂട്ടിലും ഒരു കാലം ഇപ്പുറത്തോട്ട് എടുത്ത് വെച്ചാൽ ഈസി ബൈയോ ആണ്. അനന്തൂനുള്ള ഓണക്കോടിയൊക്കെ അമ്മ പറഞ്ഞു ഇവിടുന്ന് തന്നെ അങ്ങ് എടുക്കാം, കാരണം അനന്തൂനും കൂടെ കണ്ട് ഇഷ്ടപ്പെടുന്നത് എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മയും ഇളയും മരുമോനും കൂടെ നടന്ന് അവിടെ എന്തൊക്കെയോ നോക്കുമായിരുന്നു. എൻ്റെ കണ്ണ് എപ്പോഴും ഈ ഫ്ലോറൽ പ്രിൻറ്റിലോട്ട് പോകും കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലോറൽ സാമ്പിളാർ ഇടുന്നത്. ഭയങ്കര ഒരു ബീച്ചി എഫക്റ്റ് അല്ലേ. ഷോർട്ട്സൊക്കെ വെച്ച് പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. പിന്നെ ഇതുപോലത്തെ റിബൺ ടൈപ്പ് അല്ലെങ്കിൽ ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ഷർട്ട്സും ടീഷർട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം അഫോർഡബിൾ പ്രൈസിലൊക്കെ തന്നെ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അനന്തു ഏതൊരു പരിപാടിക്ക് വേണമെങ്കിലും പോയിട്ട് ഡ്രസ്സ് എടുക്കും. അതുകൊണ്ട് തന്നെ അവൻ്റെ ഇതിനകത്തുള്ള ഓൾമോസ്റ്റ് സാധനവും ആ ചെക്കൻ്റെ ഉണ്ടെന്ന്. അതുകൊണ്ടാവും പിന്നെ തപ്പിയെടുക്കുമായിരുന്നു. ഞാൻ ചോദിക്കുകയും അഡോണിമോൻ ഇവിടെ നടന്നിട്ട് ദേ ഈ പ്രിൻ്റുള്ള ഡ്രസ്സൊക്കെ വേണമെന്ന് പറയുമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ അവന് ഓണക്കോടി വേണ്ട, വീട്ടിലിടുന്ന ഡ്രസ്സ് മതി, ആ ചോട്ടാബീൻ്റെയും അതിൻ്റെയൊക്കെ പ്രിൻ്റ് ഉള്ളത് വേണമെന്ന് പറയായിരുന്നു. എനിക്ക് ഈ ഷർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമല്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ സൈസ് കുറച്ച് അവൻ്റെ സൈസിന് ആപ്റ്റായിട്ടുള്ളത് ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ഷർട്ട് സെലക്ട് ചെയ്തു, അതിൽ ഒന്നെടുത്തു. പിന്നെ ഞാൻ എവിടെ പോയാലും ഈ ഗേൾസിൻ്റെ കുഞ്ഞു പിള്ളേരുടെ സെക്ഷനിലെ കിഡ്സിൻ്റെ അവിടെ ചെല്ലുമ്പം ഈ പെൺപിള്ളേരുടെ ഉടുപ്പൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എങ്ങനെ പോയാലും ഒരെണ്ണം എടുത്ത് നോക്കും. എനിക്കത് അറിയത്തില്ല എന്താണ്, എവിടെ ചെന്നാലും എനിക്കുള്ളൊരു പരിപാടിയാണ്. നമുക്ക് ഇട്ട് ഇടാനും പറ്റത്തില്ല, നമുക്കിട്ട് ഇടിപ്പിക്കാൻ വീട്ടിൽ കുഞ്ഞുങ്ങളും ഇല്ല. പക്ഷെ എന്നാലും അത് കാണാനൊരു പ്രത്യേക രസമല്ലേ. അത് കഴിഞ്ഞിട്ട് ഷർട്ടൊന്നും ഓക്കെ ആവുന്നില്ല അനന്തുവിന്. പിന്നെ ഇതൊക്കെയോ തപ്പി എടുത്തു. ഞാൻ ഈ സെലക്ഷൻ പരിപാടിക്കകത്ത് നിന്നില്ല കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം എൻ്റെ ആവശ്യമില്ലായിരുന്നു. എനിക്ക് പിന്നെ ഈ ഒരു ഷർട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആരെങ്കിലും ഓണത്തിനൊക്കെ ഷർട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഈസി ബൈയിലൊന്ന് നോക്കൂ കേട്ടോ. നല്ല നല്ല കളക്ഷൻ ഉണ്ട്. ഈ ഫ്ലോറൽ പ്രിൻറ്റും ലൈക്ക് ഈ സിൽവർ കളർ അല്ലെ ഗോൾഡൻ കസവ് വരുന്ന കേരള ബോർഡേഴ്സ് വരുന്ന മുണ്ടൊക്കെ വെച്ച് പെയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ക്ലാസി ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം കുറേ ഷർട്ട്സും ഉണ്ട്. നമുക്കങ്ങനെ ഈ പറയുന്നതിൽ മിക്കതും അനന്തുവിൻ്റെ കയ്യിൽ ഉള്ളതാണ്. അതുകൊണ്ടാണ് അനന്തു ഇങ്ങനെ പരതി നടക്കുന്നത്. അവസാനം ഇല്ലാത്ത എന്തെങ്കിലും എടുക്കണമല്ലോ. അതുകൊണ്ട് പിന്നെ എന്നാലും അനന്തവും അവസാനം വന്നിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റ് തന്നെ എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ കിഡ്സിൻ്റെ വെയറൊക്കെ കുറച്ച് അവിടെ വെച്ചേക്കുന്നതൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് ചേച്ചി പിന്നെ അഡോണിക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. ഞാൻ ഈ വീഡിയോയും എടുത്തിങ്ങനെ നടക്കുന്നതുകൊണ്ട് അങ്ങനെ നോക്കിയില്ല. അവന് ഈ ഷർട്ടിനെക്കാട്ടിലും ഇട്ട ഷർട്ട് ഇപ്പം ഇതൊരെണ്ണം ട്രൈ ചെയ്ത് നോക്കിയതാണ്. അവനത് കുറച്ച് വലുതായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ബാഗൊക്കെ അമ്മയെ ഏൽപ്പിച്ചിട്ട് അമ്മ അവിടെ ഇരുന്ന് കേട്ടോ. അമ്മയ്ക്ക് വയ്യ, കുറച്ച് കഴിയുമ്പോഴത്തേനും മടുക്കുമല്ലോ. ഈ ഷോപ്പിംഗ് പരിപാടി എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. എത്ര നേരം എടുത്താലേ എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. എനിക്കങ്ങനെ മടുക്കത്തില്ല. എനിക്കൊരു 6-7 മണിക്കൂറൊക്കെ ഒരു കടയിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്താലേ എനിക്ക് മടുക്കത്തില്ല. പക്ഷേ അമ്മയ്ക്ക് അങ്ങനെയല്ല. അമ്മയ്ക്ക് പെട്ടെന്ന് ഒക്കെ പരിപാടി തീർക്കണം. അപ്പം എന്തൊക്കെയോ ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്ന് പറയുക കേട്ടോ. ഇഷ്ടപ്പെട്ടെന്നോ ഇഷ്ടപ്പെട്ടില്ലെന്നോ എന്തൊക്കെയോ പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഫ്ലോറിൽ വന്നു. അപ്പോൾ അമ്മ എന്നോടും പറഞ്ഞായിരുന്നു, ഞങ്ങളോടും ചേച്ചിയോടും പറഞ്ഞു എന്നാൽ ഇവിടുന്ന് ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കങ്ങനെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഈസി ബൈയിൽ ഗേൾസിൻ്റെ സെക്ഷൻ ഭയങ്കര കുറവായിരുന്നു. ഭയങ്കര കുറവെന്ന് വെച്ചാൽ ഭയങ്കര കുറവായിരുന്നു. സ്റ്റോക്ക് അവിടുത്തേയും തീർന്നു വരണം എന്ന് അവർ പറഞ്ഞത്. പക്ഷെ ഞാൻ കുറച്ച് വീട്ടിലിടുന്നത് എടുത്തു. അത് കഴിഞ്ഞിട്ട്
അപ്പോഴത്തേനും എല്ലാവർക്കും നല്ല എരിപൊരിയും വിശപ്പ്. സമയം ഒരു 7-7:15 ആയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു. അത്യാവശ്യം വണ്ടി തിരക്കുണ്ട്. അപ്പം നമ്മൾ അനന്തുവിൻ്റെ നാട്ടിൽ വന്നിട്ട് പിന്നെ നമ്മൾ എവിടെയാണ് ഫുഡ് കഴിക്കാൻ കയറേണ്ടതെന്ന് പ്രിഫറൻസ് വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ചെക്കൻ അവിടെ നിന്ന് തന്നെ വഴക്ക് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ അനന്തു പറഞ്ഞു ഇവിടെ നല്ലൊരു ബാർബിക്യൂ ഒക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതല്ലെങ്കിൽ നല്ല ദോശ ടൈപ്പ് ഡിഫറെൻറ്റ് വൈൻ ദോശ, ബീഫ് ദോശ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. എവിടെ പോകണമെന്ന് പറഞ്ഞു. അപ്പം ചേച്ചി പറഞ്ഞു നല്ല ഹെവി ആയിട്ട് കഴിക്കണോടാ, എനിക്ക് വിശന്നിട്ട് വയ്യാന്ന്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. സത്യത്തിൽ നമ്മളിങ്ങനെ വല്ലപ്പോഴും ഒക്കെയാണ് പുറത്തൊക്കെ പോകുന്നത്, അല്ലാതെ എപ്പോഴും ഒന്നും പോവാറൊന്നുമില്ല. അങ്ങനെ നമ്മളിതേ റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് വേറെ എന്തൊക്കെയോ മേടിക്കണമെന്ന് ഉണ്ടായിരുന്നു, പക്ഷേ കടകളൊക്കെ ഓൾമോസ്റ്റ് ക്ലോസ് ആയി. ലൈക്ക് അപ്പോഴത്തേന് സമയം കുറച്ച് വൈകിയല്ലോ നമ്മളിവിടെ വന്നപ്പം. ഈ ഈ ഒരു ഇവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് സ്റ്റിൽ ഇപ്പോഴും നമ്മൾ പറയാം ഓണത്തിന് നമുക്ക് എന്തായാലും ഒന്നും കൂടെ അവിടെ പോകണമെന്ന്. അതായത് ഒരു ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിലോട്ട് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാം. മീൻസ് അത്രയും കൊള്ളാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല ആ ഫുഡ് എന്തും വേണ്ടി ടേസ്റ്റി ആയിരിക്കും എന്ന്. ഇത് നമ്മുടെ മരിയൻ ഹോസ്പിറ്റലിൻ്റെ അവിടെ അടുത്ത് ബൈപ്പാസ് റോഡിലോ അങ്ങനെ എന്തോ, എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ അറിയില്ല. പക്ഷേ അസ്റ്റോറിയ എന്നാണ് അവിടുത്തെ അതിൻ്റെ പേര്. നല്ല സൂപ്പർ ഫുഡാണ് കേട്ടോ. ബിബിക്കും ഒക്കെ ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ട് ഞാൻ കഴിച്ചിട്ടേ ഇല്ല, സീരിയസ്ലി അടിപൊളിയാണ്. അതിൻ്റെ ഹോട്ട് സ്പൈസിയും ഉണ്ട്, നോർമലുണ്ട്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതെല്ലാം ട്രൈ ചെയ്തു. എനിക്ക് ആ ഹോട്ടായിട്ടുള്ളതാണ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര എരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ കണ്ണൊക്കെ ഇങ്ങനെ, നമുക്ക് ചിലർക്ക് കാണുമല്ലോ എന്തെങ്കിലും ഫുഡ് കഴിച്ച് ഇങ്ങനെ എരിഞ്ഞ് നിൽക്കണം, ഇങ്ങനെ വെച്ചോ അങ്ങനെ നടക്കുന്ന ആൾക്കാരില്ലേ. എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്, എരി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എരിവ് ഒത്തിരി കഴിക്കുന്നത് നല്ലതല്ല. അങ്ങനെ നല്ല ആംബിയൻസ് ഒക്കെയാണ് കേട്ടോ അവിടെ അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. നല്ല എന്താ പറയുക, ഒരു വോം ലൈറ്റിലൊക്കെയാണ് അവിടുത്തെ ആ ഒരു കണ്ടീഷൻ പോയേക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, നല്ലതാ. അനന്ത് തന്നെ പറഞ്ഞു ഇപ്പോൾ ഇവരിവിടെ വന്നിട്ട് ഭയങ്കര ചിലവാണ് ഇവർക്ക് ഇവിടെ നിന്ന്. ഒത്തിരി ഓർഡേഴ്സ് തന്നെ, കാരണം ഈ സൊമാറ്റോ സ്വിഗ്ഗിയൊക്കെ പോലെ ഒരുപാട് ഓർഡേഴ്സ് തന്നെ വരുന്നുണ്ട് അവർക്ക്. അങ്ങനെ നോർമലും ഹോട്ടും, പിന്നെ അമ്മ ഒരു മിക്സഡ് ആയിട്ടുള്ള റൈസും, അതിൻ്റെ എന്തോ പേരുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയിട്ടോ. നമ്മുടെ ഫ്രൈഡ് റൈസ് ഒന്നുമല്ല, ലൈക്ക് വേറെന്തോ ഒരു ക്ലാസി ടൈപ്പ് ഒരു ഐറ്റമാണ്. നല്ലതായിരുന്നു അത്. പിന്നെ നമ്മൾ കുബൂസ് അല്ല ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, റുമാലി റൊട്ടിയാണ്. എനിക്ക് കുബൂസ് കഴിക്കാൻ വലിയ ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇതെല്ലാം കഴിച്ചു. സത്യത്തിൽ എനിക്കത് കണ്ടപ്പോൾ തോന്നിയായിരുന്നു ഇത് ഇത്രയും ഒരാൾക്ക് കഴിക്കാൻ എനിക്ക് കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചു കേട്ടോ. എനിക്ക് ഒരാൾക്കെന്നല്ല, മീൻസ് ഞാൻ അത്ര ഫുഡ് കഴിക്കുന്ന ആളല്ല, പക്ഷേ എൻ്റെ ടേസ്റ്റ് കാരണം നമ്മൾ ഇരുന്ന് കഴിച്ചു പോകും. ആ കൂടെയുള്ള ചട്നിയും ആ ഒരു സാലഡിലൊക്കെ മുക്കിയിട്ട് ഒരു ബൈറ്റ് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പിസ്ത ലൈമും പിന്നെ സ്ട്രോബെറി ലൈമും, എല്ലാവരും ലൈമാണ് കേട്ടോ പറഞ്ഞത്. കാരണം നന്നായിട്ട് എരിവെടുത്തിരിക്കുമല്ലേ, അപ്പോൾ കുറച്ച് നല്ല വെള്ളം കുടിച്ചാലേ അത് മാറുള്ളൂ. അങ്ങനെ വയറ് മുട്ട ഫുഡൊക്കെ കഴിച്ച് ആർക്കും എഴുന്നേക്കാനും വയ്യ, നടക്കാനും വയ്യാത്ത അവസ്ഥയായി. അപ്പോൾ അത് ചോദിക്കായിരുന്നു ഫുഡ് എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായോ എന്നൊക്കെ. അമ്മ ഇരുന്ന് എന്തൊക്കെയോ പാചകം പറയാം. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു. അപ്പോൾ ഈ വ്ളോഗ് എനിക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്, പക്ഷെ സത്യത്തിൽ നല്ല ടയേർഡായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അമ്മയൊക്കെ വാങ്ങിയ മെറ്റീരിയൽസും ടോപ്സും ബോട്ടോ ഒക്കെ ഏതാണെന്ന് കാണിക്കാം. ഇങ്ങനെ കുറേ മെറ്റീരിയലാണ് കേട്ടോ അമ്മ മേടിച്ചത്. ഈസി ബൈ എന്നാണ് കുറച്ച് ബോട്ടോ ഒക്കെ വാങ്ങിയത്. അങ്ങനെ നമ്മൾ കുറേ പിന്നെ എന്തോ ബ്ലൗസ് മെറ്റീരിയൽസോ, ഞാൻ ഈ ഒരു ത്രെഡിൻ്റെ ഷോളാണ് കേട്ടോ എടുത്തത്. എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഇത് ഭയങ്കര ഇതൊരിച്ചിരി ഒരു ന്യൂ ഫാഷനൊന്നും അല്ല, കുറച്ച് പണ്ട് തൊട്ടേ ഉള്ളത്. പക്ഷേ ഇത് ഒറിജിനൽ പീസാണ് അതിൻ്റെ, അതുകൊണ്ട് തന്നെ കളറൊന്നും ഇളകത്തില്ല. ലൈക്ക് 400 രൂപയോളം ഉണ്ട് ആ ഷോളിൻ്റെ വില. അപ്പം സത്യത്തിൽ ഞാൻ അത് ഒരു വട്ടം യൂസ് ചെയ്തു, എന്നിട്ട് വാഷ് ചെയ്തൊക്കെ നോക്കി, ഒരു ശകലം പോലും കളറ് പോകത്തില്ല. നല്ല ഷോളാണ്. എനിക്ക് വേണ്ട ഒരു പ്രിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഷോൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഷോളിൻ്റെ ഒരു ഗ്ലാസി എഫക്റ്റ് കിട്ടണം. മീൻസ് നമ്മുടെ ടോപ്പും കൂടെ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്ന രീതിയിൽ ഒരു ഷോൾ വേണമായിരുന്നു. ഇതെനിക്ക് പറഞ്ഞു തന്നത് ആരാന്നറിയോ, എൻ്റെ ഭർത്താവാണ് കേട്ടോ. എൻ്റെ എൻ്റെ പാർട്ട്ണറാണ് എനിക്ക് പറഞ്ഞു തന്നത്. കാരണം അവൻ അങ്ങനെയുള്ള ഷോൾ എടുത്തിട്ട് ആ ഡ്രസ്സിൻ്റെ കൂടെ കൊള്ളത്തുള്ളൂ. അപ്പം ഞാനും വിചാരിച്ചു ശരിയാണല്ലോ, അപ്പം ഞാൻ അങ്ങനെ എടുത്തു. അപ്പോൾ ഇത് നന്ദുവിൻ്റെ ഷർട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നന്ദു എങ്ങനെ പോയാലും എവിടെ നിന്നെങ്കിലും ഒരു ഫ്ലോറലിൽ തപ്പിയെടുക്കും. അങ്ങനെ നമ്മൾ ചേച്ചി കൊണ്ടുവന്ന കുറേ സാധനങ്ങൾ, കാരണം കുറച്ച് സാധനം അവരുടെ കയ്യിൽ കൊടുത്തു വിടാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ നിക് നെയിം ഒക്കെ എഴുതിയിട്ട് കുറേ ചോക്ലേറ്റ്സ് ഒക്കെ അവർ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ചേച്ചി കൊണ്ടുവന്ന, ഇപ്പം ചേച്ചി ആദ്യമായിട്ട് പോയിട്ട് വന്നപ്പോൾ നമുക്ക്
കാരണം അന്ന് വരെ നമ്മൾ ഗൾഫിൽ പോയി കുറേ സാധനമൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. റിലേറ്റീവ്സ് ആരെങ്കിലും വന്ന് നമുക്ക് തന്നാലായി അത്രേ ഉള്ളൂ. പക്ഷേ ചേച്ചി പോയിട്ട് വന്നപ്പോൾ ഒരു 100 കിലോ സാധനങ്ങളോളം അവൾ ഷിപ്പിൽ അയക്കുക, കാർഗോ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് ഇപ്പോഴും ആ സാധനങ്ങളൊന്നും തീർന്നിട്ടില്ല. നമ്മൾ വീട്ടിൽ അടുത്തുള്ള ആൾക്കാർക്കും എല്ലാവർക്കും കൊടുക്കും കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഇത്തിരി സാധനം കിട്ടിയിട്ടുള്ളതിലും ഒത്തിരി പേർക്ക് വിതരണം ചെയ്യണം. ഇല്ല അമ്മയുടെ മുഖം ഭയങ്കര ഡള്ളായിരിക്കും. അതിൽ ഓരോന്ന് വെച്ചിട്ടാണെങ്കിൽ അമ്മ കൊടുക്കും കേട്ടോ. മീൻസ് ഞങ്ങളോടും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇരട്ടി കിട്ടും മക്കളെ. നമ്മൾ ഇച്ചിരി ഉള്ളെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം എന്ന് പറയും. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പം തന്നെ ഇതെല്ലാവർക്കും ഉള്ളതൊക്കെ ഡിവൈഡ് ചെയ്തെടുത്തു. അഡോണിസിന് മോന് വേണ്ടിയിട്ടുള്ളത് മാറ്റി. നന്ദുവിൻ്റെ വീട്ടിലും കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടു. പിന്നെ കുറേ വാൾനട്ട്സും നട്ട്സും പിന്നെ മക്കാഡമിയ സീഡില്ലേ, ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് അത്. ആ സീഡ് ഇതാണ് കേട്ടോ. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കഴിക്കാം. പക്ഷേ 2 എണ്ണത്തിൽ കൂടുതലൊക്കെ കഴിച്ചാൽ നമുക്ക് കിറുങ്ങിപ്പോവും. കാരണം അത്രയും ഹൈ കലോറീസ് ഉള്ള ഫൈബർ, ഭയങ്കര അടിപൊളി സാധനമാണ്. ക്യാൻസർ റെസിസ്റ്റ് ചെയ്യാനും നമ്മുടെ ഹാർട്ട് ഹെൽത്തൊക്കെ ബൂസ്റ്റപ്പ് ചെയ്യാനൊക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഇതാണ്. ഇതിന് ഭയങ്കര പ്രൈസാണ് ഈ മക്കഡമിയ ഇൻ ഷെൽ എന്ന് പറഞ്ഞ സംഭവം. സ്വർണത്തിൻ്റെ വിലയാണെന്നാണ് ചേച്ചി അവിടെ പറയുന്നത്. അതുകൊണ്ട് കുറച്ചേ കൊണ്ടുവന്നുള്ളൂ. ഇനി എന്തായാലും വെക്കേഷന് വരുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അവൾ സാധനങ്ങൾ കൊണ്ടുവന്നാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഗൾഫ് സാധനം, അല്ലെങ്കിൽ എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, ഇപ്പോൾ പുള്ളിക്കാരൻ്റെയൊക്കെ വീട്ടിൽ നമ്മൾ അപ്പോൾ പണ്ട് തൊട്ടേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ചോക്ലേറ്റ് ഉണ്ട്. അതൊരു പോളണ്ട് മെയ്ഡൻ പോളണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള എഴുതിയിട്ടുള്ളൊരു ഒരു ജസ്റ്റ് ഒരു പശുവിൻ്റെയൊക്കെ ഒരു പടമൊക്കെ ഉള്ളൊരു ചോക്ലേറ്റാണ്. അന്ന് തൊട്ടേ എൻ്റെ മനസ്സിൽ അതിങ്ങനെ കിടക്കുകയാണ്. എനിക്കത് ഇനിയും വേണം എന്നൊരാഗ്രഹം കുഞ്ഞിലേ തൊട്ടം ഉണ്ടായിരുന്നു. അപ്പം ഞാനത് എപ്പോഴും അവളുടെ അടുത്ത് പറയാം. അവൾ ഒരു പാക്കറ്റ് അല്ലെ 2 പാക്കറ്റൊക്കെ എനിക്ക് വേണ്ടി മാത്രം അത് അയച്ചു തരും കേട്ടോ. ഞാൻ ഇനി എപ്പോഴെങ്കിലും വീഡിയോസിൽ അത് കാണിക്കാം. സത്യത്തിൽ അത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വിട്ടുപോയി. പിന്നെ കുറച്ച് പെർഫ്യൂംസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചെന്ന് പറഞ്ഞാൽ 2 എണ്ണം എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് സാധനങ്ങളെ അയച്ചിട്ടുള്ളൂ. കാരണം അവർ കൊണ്ടുവരുന്നതിലും പരിമിതി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ വിശേഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ.